ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വളരെ ക്രീമി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള പാസ്ത അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വീറ്റ് പാസ്തയാണ്. വീറ്റ് പെന്നെ പാസ്തയാണ് ഞാൻ ഇന്നത്തെ പാസ്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഒരു 2 കപ്പ് പെന്നെ പാസ്ത. ഇത് വീറ്റ് പാസ്തയാണ്, മൈദയുടെ പാസ്ത അല്ല. അപ്പോൾ വീറ്റ് പെന്നെ പാസ്ത ഒരു 10 മിനിറ്റ്സ് നമ്മുടെ പാസ്തയുടെ അളവനുസരിച്ച് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ നമ്മൾ പാസ്ത വേവിക്കാൻ വേണ്ടി ഇട്ടു. ഒരു 10 മിനിറ്റ്സ്, ഒരു 10 അല്ലെങ്കിൽ 10 മിനിറ്റ്, 10-12 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത എന്ന് പറയുന്നത് വെൽ കുക്കായിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം പാസ്ത വേവിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ ഈ പാസ്ത വെച്ചിട്ടൊക്കെ വൈറ്റ് സോസ് പാസ്തയാണ് റെഡിയാക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ഹെൽത്തി വേർഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വൈറ്റ് സോസിന് നമ്മൾ മൈദയാണ് സോസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ ആ സോസ് വേണ്ടാന്ന് വെച്ചു. ആ മൈദ കട്ട് ചെയ്തിട്ട് ആ മൈദയ്ക്ക് പകരം നമ്മൾ മോസറല്ല ചീസും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ പാസ്ത റെസിപ്പി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80%, ഒരു 80% പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൻ എടുത്തു. പാനിലേക്ക് ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ ഗാർലിക് ചോപ്പ് ചെയ്തതും അത്യാവശ്യം ഒരു വലിയ സവോള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഞാൻ ബട്ടറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ബട്ടർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കും കൂടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയായി കുറച്ച് ഐറ്റംസ്, ഈ വക ഐറ്റംസൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒണിയനും അതുപോലെ തന്നെ ഗാർലിക്കും ഒക്കെ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. നമുക്ക് സ്റ്റെപ്പായിട്ട് വേണ്ട ഉപ്പ് കുറച്ചായിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കാം. പാസ്ത വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതൊന്ന് ഗാർലിക്കിൻ്റെയും ഒണിയൻ്റെയും കൂടെയും ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഓവർ ആവണ്ട, നോക്കി ഉപ്പിട്ട് കൊടുത്താൽ മതി. ചേർത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് സാൾട്ടഡ് ബട്ടറാണ്. പിന്നെ നമ്മുടെ ഒണിയനും അതുപോലെ തന്നെ ഗാർലിക്കും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ആ ഒരു കാരാമലൈസ്, ആ ഒരു ഫോമാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരു ഗ്ലാസ് പാല് ചേർത്തു. അതിലേക്ക് ഒരു കപ്പ് മോസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ. നോർമൽ ചീസിനെക്കാളും നമ്മുടെ മോസറല്ല ചീസ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് സ്റ്റിക്കി ആയിട്ട്, കുറച്ച് വലിഞ്ഞ് കുറച്ച് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോസറല്ല ചീസ് ഇട്ട് കൊടുത്തത്. ചെഡാർ ചീസോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്മോൾ കപ്പ് കംപ്ലീറ്റ് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു, ഞാൻ സാധാരണ നമ്മൾ പാലും അതുപോലെ തന്നെ മൈദ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്രീം റെഡിയാക്കി എടുക്കുന്നത്. ഈ പ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ചീസും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും മിൽക്കും ഒക്കെ ചേർത്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക്
കഴിക്കാൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്പൈസി ആക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് എരിവിനനുസരിച്ച് എന്താണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാം. ഞാൻ ഒരുപാട് സ്പൈസ് ചേർക്കുന്നില്ല, കാരണം ഈ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് തീരെ എരിവില്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, നല്ല ഫ്രഷ് ക്രീമിൻ്റെയും ബട്ടറിൻ്റെയും അതുപോലെ തന്നെ മിൽക്കിൻ്റെയും ചീസിൻ്റെയും എല്ലാം ഒരു ഭയങ്കര ഫ്ലേവർ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പാസ്തയൊക്കെ ബാക്കി ഒരു 80% പാസ്ത വേവിച്ചായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു 20% എന്ന് പറയുന്നത് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് നമ്മൾ വേവിക്കും. അപ്പോൾ അങ്ങനെ, അപ്പം ഓവർ കുക്ക് ആവണ്ട, നമ്മൾ പാസ്ത ഡ്രെയിൻ ചെയ്യുന്ന ടൈമിൽ ഓവർ കുക്ക് ആവണ്ട, ആവശ്യത്തിന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് ഊറ്റി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ആ സവോളയും ഗാർലിക്കും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി, കോണ്, സ്വീറ്റ് കോണ്, മഷ്റൂംസ് എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് ഇങ്ങനെ കഴിക്കാനാണ് തോന്നിയത്. ഇന്ന് കുറച്ച് കൂടുതൽ ചീസും, അതായത് മോസറല്ല ചീസും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ബട്ടറും ഒക്കെ ചേർത്തിട്ട് വളരെ പ്ലെയിനായിട്ട് ആ ഒരു ക്യാരാമലൈസ് ഒണിയൻ്റെയും അതുപോലെ തന്നെ ക്യാരാമലൈസ് ഗാർലിക്കിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. പിന്നെ ഓർഗാനോയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ക്രീമി ചീസി പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ സ്പെഷ്യലായിട്ടുള്ള ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഓർഗാനോയും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ചൂടോടുകൂടി കഴിക്കണം. വളരെ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ചീസൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കി ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും, മോസറല്ല ചീസ് ആയതുകൊണ്ട്. പിന്നെ മുകളിൽ ചീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് മുകളിൽ ചീസ് ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോടുകൂടി ആയതുകൊണ്ട് അത് വീണ്ടും വലിഞ്ഞ് വന്നിന്നോളും. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.